ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. ഇന്ന് കാലത്തെ നല്ല നാടൻ മത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് വാങ്ങിച്ചിരുന്നു. നമുക്ക് ഉച്ചക്കലത്ത് മത്തിക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള മത്തി കേട്ടോ. ഒത്തിരി വലിപ്പമില്ല, അത്യാവശ്യം വലിപ്പമുള്ള മത്തി. അപ്പോൾ ഞാനത് വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ തലയും വാലൊക്കെ പോയപ്പോൾ ചെറുതായി പോയി കേട്ടോ. എങ്കിലും വലിയതിനെയും ചെറുതിനെയും ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വലുത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, ചെറുത് ഇങ്ങോട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ മുളക് ചാറ് വെക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ, കരിഞ്ഞു പോകരുത് കേട്ടോ. അത് നന്നായിട്ട് മൂത്തതിന് ശേഷം അതിൽ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഉണ്ട് കേട്ടോ, കുറച്ച് ഇഞ്ചിയും അതുപോലെ ഒരു തുണ്ട് വെളുത്തുള്ളി ചതച്ചതും. ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചെറിയുള്ളിയും കേട്ടോ. ഇതെല്ലാം കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കുക. ഓക്കെ, നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ എണ്ണയിൽ. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരട്ടെ. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? ചായയൊക്കെ കുടിച്ചോ? നമ്മൾ മത്തിക്കറിയൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ 2 ദിവസത്തിനത് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? കറിയെക്കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ. ഇനി അതിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും അതിനെ നന്നായിട്ട് വഴറ്റുക. മത്തിയൊക്കെ ഇഷ്ടമല്ലേ എല്ലാവർക്കും? ഇഷ്ടമാവും അല്ലേ? ഏറ്റവും നല്ല മീനാണല്ലോ മത്തിയിലെ, ചെറിയ മത്തികളിൽ ഏറ്റവും നല്ല മീനാണ്. അപ്പോൾ ഞാൻ കുറച്ച് പുളി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ സാധാരണ വാളം പുളിയാണേ, അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോഴേക്കും നമ്മൾ ആ നേരത്തെയുള്ള വഴറ്റി വെച്ചത് സെറ്റാവും കേട്ടോ. ഇതാ കണ്ടോ, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടേ. കറിയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഭാഗത്ത് എങ്ങനെയാണ് കറി വയ്ക്കുക എന്നുള്ളതും പറയണേ. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് പൊടി ഐറ്റംസ് ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ ആദ്യം. ഇനി അതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇടുക. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ഇടണം കേട്ടോ. എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇടുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കരിഞ്ഞു പോവരുത് കേട്ടോ. മുളകും മഞ്ഞളൊക്കെ ഇട്ടതിന് ശേഷം കരിഞ്ഞു പോവരുത്. ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. കണ്ടോ, മുളക് പോരാന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്താണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. മൺചട്ടിയിലൊക്കെ മീൻകറി വെക്കണം കേട്ടോ, അതൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ? ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. ഇളക്കി കൊടുക്കുക. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ, അതുകൊണ്ട് ചില പോരായ്മകളൊക്കെ അതിലുണ്ടാവും. ഓക്കെ, കണ്ടോ, നന്നായിട്ട് വഴണ്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മാറ്റി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, ആ പുളിവെള്ളത്തിന് നമുക്കിതിലോട്ട് മിക്സാക്കി കൊടുക്കാം. കണ്ടോ, നല്ല കുറുകിയ കറി നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് എത്രയാണോ കറി ആവശ്യം അതിനനുസരിച്ച് അതിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡാക്കി കൊടുത്തിട്ടുണ്ടേ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ഇനി അത് അവിടെ കിടന്ന് തിളക്കട്ടെ കേട്ടോ. അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അത് നോക്കിയേ, തുറന്നപ്പോൾ നല്ല അടിപൊളി മണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മീൻ എടുത്തിട്ട് അതിലോട്ടിടുക. സിമ്മാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മീൻ അങ്ങ് പൊടിഞ്ഞു പോവേ. അധികം വേവിക്കാൻ പാടില്ല. ഒരു ഇളം ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഇറക്കി വെക്കണം. ബാക്കി നമ്മൾക്ക് ആ ചട്ടിയിൽ നല്ല ചൂടുണ്ടാവും, അതിലങ്ങ് നിന്നോളും കേട്ടോ. ഇനി മീനുകളെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ,
ഇതൊക്കെ ആ കറിയിലോട്ട് പിടിച്ചോട്ടെ, ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, നമ്മുടെ മീൻ മുളകിട്ടത് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്കലേക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് മത്തിക്കറിയാണ് ഉള്ളത് കേട്ടോ. ചോറിന് പലഹാരത്തിനാണെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തിള വരുന്നവരെ വെക്കാം കേട്ടോ. ചെറിയ ചൂടിൽ ആക്കിയാൽ മതി. അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ അങ്ങനെ ഇതാ തിളയൊക്കെ വന്നു. ഞങ്ങൾ കുറച്ച് കറിവേപ്പില അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു മണമൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി കൂടുതലായിട്ട് വെക്കല്ലേ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മത്തിക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി മാറ്റി വെച്ച ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചില്ലേ, അതിവിടെ ഇരിപ്പുണ്ട്. അതിൽ ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കത് ഫുഡ് കഴിക്കാൻ നേരത്ത് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സെറ്റാക്കി അവിടെ വെക്കുകയാണ്, മാറ്റി വയ്ക്കുകയാണ്. ഓക്കെ, എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം സെറ്റാക്കി കഴിഞ്ഞു. ഇനി ഉച്ചക്കലത്തിനുള്ള ഫുഡാണ് കേട്ടോ. ഇതാ ഞാനിപ്പോൾ പാത്രത്തിൽ ചോറൊക്കെ എടുത്തിട്ടുണ്ടേ. ഓക്കെ, ഇനി നമുക്ക് മത്തിക്കറി ഇടാം. മത്തി മുളകിട്ടത്, തേങ്ങയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. തേങ്ങ കൂട്ടാത്ത മുളകിട്ട മത്തിക്കറി. ഓക്കെ, ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻസൊക്കെ നിങ്ങൾ അറിയിക്കണേ. നമ്മുടെ കറി ഇവിടെ സെറ്റായി. നന്നായിട്ട് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ ഞാൻ അമരയ്ക്ക തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ്, അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. മീൻ ഫ്രൈ ചെയ്തത് അവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുക. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടിയിട്ട് നിങ്ങളുടെ ഹൃദയ.